സന്ദീപ് സാറേ പറയൂ. ആ അൻസി, നെക്സ്റ്റ് വീക്ക് ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. പിന്നെ ജോണിന്റെ കേസ് മീഡിയ അത്യാവശ്യം ആഘോഷിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സ്ട്രെസ് നന്നായിട്ടുണ്ട്. മിനിസ്റ്ററുടെ ഓഫീസിൽ 3 തവണയാ ത്രെറ്റൻ കോൾ വന്നത്. അറിയാലോ സാറേ, കൈവിടരുത് പ്ലീസ്. ചേച്ചേ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, അത് വിട്ടേക്ക്. പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പറയൂ സാർ. അതായത് US സിറ്റിസണായ ജോൺ ബ്ലാക്ക് മണി ഉപയോഗിച്ചാണ് CNG ടെർമിനൽ പ്രൊജക്ട് ഉണ്ടാക്കിയതെന്നും അതുവഴി സർക്കാരിന് കിട്ടേണ്ട ടാക്സ് ജോൺ വെട്ടിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതറിയാലോ? സാർ, അത് സത്യമല്ല. US ജോണിന്റെ കമ്പനി ഭരണപക്ഷത്തെ സിറ്റിംഗ് MP ആയ ഹരി പാലോടന്റെ US ഫ്രണ്ടിന് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് അതിന്റെ കൂടെ ഇവിടെയുള്ള ജോണിന്റെ അസറ്റ്സ് സെൽ ചെയ്തുമാണ് ജോൺ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത്. ആൻസി, അസറ്റ് സെല് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ കമ്പനി എക്സ്ചേഞ്ച് അത് ലീഗലി നിൽക്കില്ല. കാരണം US കമ്പനി എക്സ്ചേഞ്ച് ചെയ്തതിന് ബദലായി ഇവിടെ ജോണിന് ഹരിയുടെ ഫ്രണ്ട് നൽകിയത് മുഴുവൻ ബ്ലാക്ക് മണിയായി പോയി. അതാണ് കണക്കിൽ കാണിക്കാൻ പറ്റാതെ വന്നത് ജോൺ പെട്ടുപോയത്. ദാറ്റ്സ് എ ലീഗൽ ഫാക്ട് ആൻസി. സർ, ജോൺ ആരെയും ചതിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോ പറയാനല്ലാതെ നമ്മുടെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ടോ? കോടതിയിൽ തെളിവുകളാണ് സംസാരിക്കുന്നത് ആൻസി. പിന്നെ ഏറ്റവും കോംപ്ലിക്കേഷൻ ആയത് ജോണിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, മിസ്റ്റർ ഡേവിഡ്. അയാൾ കൂറുമാറിയതാ. അയാളെ നമ്മുടെ ഒപ്പം നിർത്താൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. സർ, ഡേവിഡിനോട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ ഡേവിഡ് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ വിളിക്കാം സർ. എന്തായാലും അയാളെ ഒന്ന് മുറുക്ക പിടിച്ചോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ ഒതുക്കത്തിൽ അറിഞ്ഞതാ. എന്താ സർ? സർ, അത് നടക്കാൻ പാടില്ല. അത് നടന്നാ പിന്നെ ജോണില്ല. ആൻസി, എനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല. ഞാൻ ഹെൽപ്ലെസ് ആണ്. അവസ്ഥ അത്രയ്ക്ക് പ്രശ്നമാണ്. താൻ ശരിക്കൊന്ന് ആലോചിച്ച് എന്താണെന്ന് വെച്ചാ ചെയ്യും. ഓക്കെ? ആൻസി പറഞ്ഞോളൂ, ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു. ഡേവിഡ്, ഞാൻ പറഞ്ഞ കാര്യം. ആൻസി, നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള യാതൊരു പരിപാടിക്കും എനിക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞ നല്ല പേടിയുണ്ട്. അതുകൊണ്ടാ എന്റെ ഭാര്യയ്ക്കും മോക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഡേവിഡ്, അതുപോലെ തന്നെയാ ഞാനും. എനിക്കും മോക്കും ജോണല്ലാതെ ആരുമില്ല. ഡേവിഡ്, അതൊന്നും ആലോചിക്കണ്ട. ഒരു പാവം മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ സഫർ ചെയ്യാണ്. അത് മാത്രം ഡേവിഡ് ഓർത്താ മതി. ഒരു മാനുഷിക പരിഗണന, അത് മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്ലീസ്. ഡേവിഡ് വിചാരിച്ചാൽ ജോണിനെ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളെ തേടി വേറൊരു പ്രശ്നം കൂടി വരാൻ പോവാ.
ആൻസി, താൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കി ജോണിനെ സേവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഈ കാര്യത്തിൽ ഞാൻ അല്പം സെൽഫിഷാണ്. ഡേവിഡ് പ്ലീസ്. എടോ, താൻ എന്നെ ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യല്ലേ? ഹരി ഈസ് എ വാമ്പയർ. എന്റെ മകളെ പോലെ അയാൾ ബാക്കി വെക്കില്ല. പ്ലീസ് ഡോ അണ്ടർസ്റ്റാൻഡ് മീ. ഡേവിഡ് പ്ലീസ്. ശരി, താൻ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ബോംബ് തന്നിൽ തരാം. പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ താൻ പൊട്ടിച്ചോ. എന്താ ഡേവിഡ്? അല്പം റിസ്ക് എടുക്കേണ്ട ഇടപാടാണ്. മനസ്സിലായില്ല. ഒരു സ്ഥലത്തും എന്റെ പേര് റിഫ്ലക്ട് ചെയ്യില്ല എങ്കിൽ മാത്രമേ ഞാൻ ഇത് പറയൂ. ഇല്ല ഡേവിഡ്, ഇല്ല. എന്റെ കുഞ്ഞാണ് സത്യം. ഡേവിഡിന്റെ പേര് ഒരിടത്തും വരില്ല. ശ്രദ്ധിച്ച് കേട്ടോ, ഈ പ്രോജക്റ്റിന്റെ പോക്ക് കണ്ട് ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ ചെയ്തൊരു ഇടപാടുണ്ട്. ഹരിയുമായി ജോൺ ഡീൽ ചെയ്തതിന്റെ ചില ഡോക്യുമെന്റ്സ് ഒരു സ്ഥലത്ത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ താൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? താൻ സന്ദീപ് സാറിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ നാളെ കഴിഞ്ഞ് അതിൽ നിന്നൊരു മുട്ടുസൂചി പോലും എടുക്കാൻ ആർക്കും പറ്റില്ല. അവിടെ കയറി തനിക്ക് സാധനം ഇന്നെടുക്കാൻ പറ്റുമോ? എവിടെ? CNG പ്ലാന്റിലൂടെ. യെസ് ആൻസി, CNG പ്ലാനിലെ 3ാമത്തെ തെർമോവെല്ലിനകത്താണ് ഡോക്യുമെന്റ്സ് അടങ്ങിയ പെൻഡ്രൈവ് ഉള്ളത്. 100%. ഹരിയെ നന്നായി അറിയാവുന്നുണ്ട് ഞാൻ എന്റെ സേഫ്റ്റിക്ക് ചെയ്തേ. അതിപ്പോ ഇങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഇത്രയും വലിയ പ്രോജക്റ്റ് ജോണിന് എങ്ങനെ കിട്ടിയെന്നുള്ള എന്റെ പ്രൂഫും എല്ലാ എവിഡൻസും ആ പെൻഡ്രൈവിലുണ്ട്. യാതൊരു പ്രശ്നമില്ലാതെ ഗ്യാസ് പ്ലാന്റ് റൺ ആയാൽ പിന്നെ അത് ആർക്കും കിട്ടാതിരിക്കാനാ ഞാൻ അതവിടെ കീപ്പ് ചെയ്തത്. ഡേവിഡ്, അതൊന്ന് എടുത്തു തരാൻ എന്റെ കൂടെ ഒന്ന് വരാമോ? സോറി ആൻസി, ഡയറക്റ്റ് ഇതിൽ ഇൻവോൾവ് ആവാൻ എനിക്ക് പറ്റില്ല. താൻ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തെന്ന് ഹരി ഒറ്റ അറിഞ്ഞ അയാൾ എന്നെയും വേട്ടയാടും. സോ നോ ഡേവിഡ് പ്ലീസ്. ആൻസി, ജോണിന്റെ സുഹൃത്ത് എന്ന നിലയിലും ജോൺ ഹരിയുമായി ഡീൽ ചെയ്തപ്പോ പ്ലാന്റിൽ വർക്ക് ചെയ്ത ആളെന്ന നിലയിലും എനിക്ക് പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയെല്ലാം തന്റെ കയ്യിലാണ്. ആ ഡോക്യുമെന്റ്സും CCTV ഫുട്ടേജും വേറെ എവിടെ വെച്ചാലും അത് ഹരിയുടെ കയ്യിലെത്തുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതാ ഞാൻ അവിടെ കീപ്പ് ചെയ്തത്. എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ആ ഡോക്യുമെന്റ് വെച്ച് നിനക്ക് എന്താ ചെയ്യാൻ പറ്റാച്ചാ നീ ചെയ്യും. എന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. ഡോക്യുമെന്റ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. പാസ്വേഡ് 053452. ഓക്കെ ആൻസി, ഇനി ഇതും പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഡേവിഡ്, ഡേവിഡ്